ദേവാസുരം is a classic Malayalam drama that explores themes of pride, rivalry, redemption and tradition. ദേവാസുരം എന്ന് പറഞ്ഞത് ഒരു മലയാളത്തിലെ ഒരു ക്ലാസിക് നാടകമാണ് അല്ലെങ്കിൽ സിനിമയാണ്. ദാറ്റ് എക്സ്പ്ലോർസ് അതെന്താവുന്നു എക്സ്പ്ലോർ ചെയ്യുന്നു, കൈകാര്യം ചെയ്യുന്നു. തീംസ് ഓഫ് പ്രൈഡ് അഭിമാനം, റൈവൽറി പ്രതികാരം, റിഡംഷൻ തിരിച്ചുവരവ് അല്ലെങ്കിൽ പ്രായശ്ചിത്തം, ആൻഡ് ട്രഡീഷൻ അതുപോലെ തന്നെ സംസ്കാരം, ഇതൊക്കെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ദ സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് മംഗലശ്ശേരി നീലകണ്ഠൻ. ഈ കഥ ഏകദേശം മംഗലശ്ശേരി നീലകണ്ഠനെ ചുറ്റിപ്പറ്റിയാണുള്ളത്. എ വെൽത്തി നല്ലൊരു പൈസക്കാരനാണ്. ആൻ അരോഗൻറ്റ് അത്യാവശ്യം നല്ല അസൂയൊക്കെ ഉള്ള അല്ലെങ്കിൽ ദേഷ്യമൊക്കെ ഉള്ള ഒരാളാണ്. ആൻഡ് ഹോട്ട് ടെമ്പേർഡ് മുൻകോപമുള്ള ആളാണ്. ലാൻഡ് ലോഡ് ഒരു ഭൂവുടമ. നോൺ ഫോർ അദ്ദേഹം അറിയപ്പെടുന്നു ഹിസ് ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിൻ്റെ സ്വാധീനത്താൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ പ്രൈഡ് അദ്ദേഹത്തിൻ്റെ അഭിമാനബോധം. ആൻഡ് ഫ്യൂഡ്സ് ഇൻ ഹിസ് വില്ലേജ് അതേമാതിരി അദ്ദേഹത്തിൻ്റെ ശത്രുത അല്ലെങ്കിൽ കുടിപ്പക അതിൻ്റെയൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കര കില്ലാടിയാണ് നീലകണ്ഠൻ. ഡിസ്പൈറ്റ് ഹിസ് സ്റ്റാറ്റസ് ഇങ്ങനെ ഒരു സ്റ്റാറ്റസൊക്കെ ഉണ്ടെങ്കിലും നീലകണ്ഠൻ ഈസ് ഡീപ്ലി ഹ്യൂമൻ. അത് ഒരു പച്ചയായൊരു മനുഷ്യനാണ്. വിത്ത് വൾണറബിലിറ്റീസ് ആൻഡ് ഇമോഷൻസ് ദാറ്റ് ഡ്രൈവ് ദ നെറേറ്റീവ്. ഒരുപാട് മാനസികമായിട്ടുള്ള ചാഞ്ചാട്ടങ്ങളും വികാരങ്ങളൊക്കെ ഉള്ള ഒരു സാധാരണ മനുഷ്യനും കൂടിയാണ് ഈ നീലകണ്ഠൻ. ദ പ്ലോട്ട് ടേക്സ് ടേൺ വെൻ മംഗലശ്ശേരി നീലകണ്ഠൻ ക്ലാഷസ് വിത്ത് മുഖപതിയായിട്ട് മംഗലശ്ശേരി നീലകണ്ഠൻ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നു. അവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. ഈ മുഖപതി എന്ന് പറഞ്ഞ ആൾ അനദർ ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ, മറ്റൊരു ആൾക്കാരൊക്കെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇഗ്നൈറ്റിംഗ് എ ബിറ്റർ റൈവൽറി അവർ തമ്മിൽ നല്ല ഒരു ശത്രുത ഉണ്ടാവുന്നു. എമിഡ്സ് ദിസ് അതിൻ്റെ ഇടയിൽ ഹി മീറ്റ്സ് ഭാനുമതി. ഈ നീലകണ്ഠൻ ഭാനുമതിനെ കണ്ടുമുട്ടുന്നു. എ സ്ട്രോങ് വിൽഡ് ആൻഡ് കമ്പാഷനേറ്റ് വുമൺ നല്ല കരുത്തയായ, നല്ല ഇച്ഛാശക്തിയില്ല, നല്ല അനുകമ്പയുള്ള ഒരു സ്ത്രീ. ഹു ബിക്കംസ് എ കീ ഇൻഫ്ലുവൻസ് ഓൺ ഹിം അവർ അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിക്കുന്നു. ഓവർ ടൈം അങ്ങനെ സമയം കഴിഞ്ഞു പോകുന്നു. ത്രൂ പേഴ്സണൽ ലോസസ് ഒരുപാട് വ്യക്തിപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് കുടുംബപരമായ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. ആൻഡ് ഭാനുമതീസ് ഗൈഡൻസ് ഭാനുമതിയുടെ ഉപദേശം. നീലകണ്ഠൻ ബിഗിൻസ് ടു റിയലൈസ് നീലകണ്ഠൻ തിരിച്ചറിയാൻ തുടങ്ങുന്നു ദ കോൺസിക്വൻസ് ഓഫ് ഹിസ് അറോഗൻസ് അദ്ദേഹത്തിൻ്റെ അസൂയയുടെ അല്ലെങ്കിൽ ആക്രമണ സ്വഭാവത്തിൻ്റെ ശത്രുതയൊക്കെ ഒരു പരിണിത ഫലം. ആൻഡ് ഇമ്പൾസീവ് ബിഹേവിയർ പെട്ടെന്നുള്ള എടുത്തുചാട്ടം അതിൻ്റെയൊക്കെ കോൺസിക്വൻസൊക്കെ അദ്ദേഹം എന്താവുകയാണ് തിരിച്ചറിയാണ്. ദ സ്റ്റോറി എക്സ്പ്ലോർസ് നീലകണ്ഠൻസ് ജേർണി ഫ്രം പ്രൈഡ് ആൻഡ് വെഞ്ചൻസ് ടു സെൽഫ് അവയർനെസ് ആൻഡ് റിഡംഷൻ. ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നു, നീലകണ്ഠൻസ് അല്ലെങ്കിൽ പുറത്തെടുക്കുന്നു നീലകണ്ഠൻസ് ജേർണി നീലകണ്ഠൻ്റെ യാത്ര ഫ്രം പ്രൈഡ് ആൻഡ് വെഞ്ചൻസ് അഹങ്കാരത്തിൽ നിന്നും പ്രതികാര ബുദ്ധിയിൽ നിന്നും ടു സെൽഫ് അവയർനെസ് ആൻഡ് റിഡംഷൻ സ്വയം ബോധ്യത്തിലേക്കും അതുപോലെ തന്നെ വിമോചനത്തിലേക്കൊക്കെയുള്ള ആ യാത്ര ഈ ഒരു സ്റ്റോറി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ബ്ലെൻഡിങ് ഇൻറ്റൻസ് ഡ്രാമ വിത്ത് ഇമോഷണൽ ഡെപ്ത് ഭയങ്കര വൈകാരികമായിട്ടുള്ള ഡെപ്തൊക്കെ മിക്സ് ആക്കിക്കൊണ്ട്. ദ മൂവി ഈസ് ആൾസോ സെലിബ്രേറ്റഡ് ഫോർ ഇറ്റ്സ് പോർട്രയൽ ഓഫ് ട്രഡീഷണൽ കേരള ഫ്യൂഡൽ ലൈഫ്. കേരളത്തിൽ പരമ്പരാഗതമായി നിന്നിരുന്ന ഒരു ഭൂവുടമ സമ്പ്രദായത്തെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ അതിനെ ചിത്രീകരിച്ചു എന്ന ഒരു അർത്ഥത്തിൽ ഈ സിനിമ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. ഫ്യൂഡൽ ലൈഫ് അതുപോലെ തന്നെ സ്ട്രോങ് ക്യാരക്ടർ ആക്സ് നല്ല ക്യാരക്ടർ. ആൻഡ് മോഹൻലാൽസ് അൺഫോർഗട്ടബിൾ പെർഫോമൻസ് ആസ് ദ ഫെറി യെറ്റ് വൾണറബിൾ നീലകണ്ഠൻ. മോഹൻലാലിൻ്റെ ആ ഒരു നീലകണ്ഠൻ എന്ന റോള് ചെയ്ത ഒരിക്കലും മറക്കാൻ പറ്റാത്ത പെർഫോമൻസും. ഓക്കെ.